യൂഷ്വലി മാനേജ്മെൻറ്റ് കാണാത്തൊരു കാര്യം അതാണ്. ഗ്രാസ് റൂട്ട് ലെവലിലാണ് പ്രശ്നങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഹായ്, എൻ്റെ പേര് ജോർജാണ്. എൻ്റെ പേര് മൃദുലാണ്. നമ്മൾ ഓർഗെയിൻ പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ ഡയറക്ടേഴ്സാണ്. ആക്ച്വലി ഓർഗെയിൻ ഒരു ബിസിനസ് ആർക്കിടെക്ചർ ആൻഡ് എനേബിൾമെൻറ്റ് കമ്പനിയാണ്. നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ കമ്പനീസിൻ്റെ പ്രശ്നങ്ങൾ നമ്മൾ ഓൺബോർഡ് ചെയ്യും. എന്നുവെച്ചാൽ അതാണല്ലോ എല്ലാവർക്കും ഉള്ള ഏറ്റവും വലിയ പ്രശ്നം. അവർക്ക് ഓരോരോ ഇഷ്യൂസ് കാണും. ആ ഇഷ്യൂസ് ടേക്കപ്പ് ചെയ്ത് അത് സോൾവ് ചെയ്ത് ആ കമ്പനി ഉദ്ദേശിക്കുന്ന ഒരു സ്റ്റേറ്റിലെത്തി നമ്മളത് ഹാൻഡ് ഓവർ ചെയ്യുന്നതാണ് നമ്മൾ കോറായിട്ട് നമ്മൾ ചെയ്യുന്നത്. അതായത് നമ്മൾ ഒരു കമ്പനീൻ്റെ ഇപ്പോഴത്തെ കറണ്ട് സ്റ്റാറ്റസ്, അതായത് പോയിന്റ് എ എന്നുള്ളൊരു സ്റ്റാറ്റസ് ആയിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്യും. അവരുടെ എല്ലാം നമ്മളുടെ അവരിപ്പോഴത്തെ അവരുടെ സ്റ്റേജ് എന്താണ്, സ്റ്റേജ് അവരുടെ ഡിപ്പാർട്ട്മെൻറ്റ്സ് എന്തിനാണ് ഉള്ളത്. ഒരു എല്ലാ കമ്പനീസിനും കറൻ്റ്ലി ഓടുന്ന ഒരു രീതിയുണ്ട്. അതിന് നമ്മൾ ഏന്ന് കൂട്ടും. അവർക്ക് അങ്ങനെ പോയാൽ ശരിയാവില്ല. എല്ലാവർക്കും മനസ്സിൽ നാളെ എനിക്ക് ഇങ്ങനെ ഓടണം, നാളെ എനിക്ക് ഇന്ന കാര്യങ്ങൾ നേട്ടം വരുത്തണം, ഇങ്ങനെ ചേഞ്ചസ് വരണം എന്നുള്ളൊരു ചിന്തയിലാണ് എല്ലാവരും ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അതിന് പോയിന്റ് ബി എന്നിടും. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ, ലെറ്റ്സ് സേ നിങ്ങളുടെ അക്കൗണ്ടിങ് ഡിപ്പാർട്ട്മെൻറ്റ് ഇപ്പോൾ ചെയ്യുന്ന രീതികൾ P&L ഒരു ടോപ്പ് ഡൗൺ രീതിയാണെന്നിരിക്കട്ടെ, അതിന് അവർക്ക് ഹൊറിസോണ്ടലി സ്പ്ലിറ്റ് ചെയ്യണം. ഡിപ്പാർട്ട്മെൻറ്റ് വൈസ് ഉള്ള P&L വേണം. അതാണ് നിങ്ങളുടെ പോയിന്റ് ബി. ഈ പോയിന്റ് ബി എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും ഇപ്പോൾ നമ്മൾ എല്ലാ കമ്പനീസ് ആണെങ്കിലും ഏത് ക്ലയൻസ് ആണെങ്കിലും അവർക്ക് എല്ലാവർക്കും ഈ പോയിന്റ് ബി എന്താണെന്നുള്ളത് അവർക്ക് അറിയാം. പക്ഷെ അതിലേക്ക് എങ്ങനെ എത്തിപ്പെടണം, എങ്ങനത്തെ ആ ഒരു പ്രോസസ്സ് എങ്ങനെ എത്തിക്കണം, അതായത് ആ കമ്പനി എങ്ങനെ അത് അതേപോലെ പോയിന്റ് ബി എന്നുള്ള രീതിയിൽ സ്ട്രക്ചർ ചെയ്യണം, ഇതിലാണ് ഇവർക്ക് ഒരു കൺഫ്യൂഷൻ ഉള്ളത്. ഒന്നുകിൽ ആ ഒരു കൺഫ്യൂഷനാണ്, അല്ലെങ്കിൽ അവർക്ക് വരുന്ന അത് ചെയ്യാനുള്ള ബാൻഡ്വിഡ്ത്ത് ഇല്ല. അപ്പോൾ അവരുടെ ടീം ഇന്ന് ചെയ്യുന്ന പണി ചെയ്യോ അതോ നാളെ അങ്ങനെ ആക്കാൻ വേണ്ടിയുള്ള ചേഞ്ചസിലോട്ട് ഏർപ്പെടുമോ, അതോ അവർ അതിനുവേണ്ടി മാത്രം ഒരു ലെറ്റ്സ് ഒരു 3 മാസത്തേക്ക് ഒരാളെ ഹയർ ചെയ്യുമോ? ഇതിൻ്റെ ഇടയ്ക്കാണ് ഒരുവിധം എല്ലാവരും നിൽക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ടോട്ടലി ഒരു ഓവറോൾ നമ്മളുടെ കേരളത്തിൽ മൊത്തം ഉള്ള കമ്പനീസിൻ്റെ ഒരു ഓവറോൾ സ്റ്റഡി നടത്താനുള്ള ഒരു പ്രോസസ്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു 21 days 21 സൊല്യൂഷൻസ് എന്നുള്ള രീതിയിൽ ഒരു ക്യാമ്പയിൻ നമ്മൾ ചെയ്തിട്ട് നമ്മൾ ഓവറോൾ കേരള നമ്മളതായിട്ടുള്ള മുന്നേ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന ക്ലയൻസും, അതായത് നമ്മളുടെ ഇങ്ങോട്ടേക്ക് എൻക്വയറി വന്ന പ്രോസ്പെക്ട്സിനെയും ഡയറക്റ്റായിട്ട് പോയിട്ട് നമ്മൾ മീറ്റ് ചെയ്തിട്ട് അവരുടെ പ്രോബ്ലംസ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക. അതിന് നമുക്ക് പറ്റുന്നത്ര നമ്മളുടെ ടീമായിട്ട് ഡിസ്കസ് ചെയ്ത് നമ്മളെ ഇൻറ്റേർണൽ ഡിപ്പാർട്ട്മെൻറ്റ്സുമായിട്ട് ഡിസ്കസ് ചെയ്ത് അതിനനുസരിച്ചുള്ള സൊല്യൂഷൻസ് നമുക്ക് എങ്ങനെയൊക്കെ കൊടുക്കാൻ പറ്റുന്നുള്ളത് ഒരു അനാലിസിസ് നടത്താം. ബേസിക്കലി നമ്മൾ ഒരു 3 മാസം കൂടുമ്പോഴത്തേക്കും ഒരു 20-25 ദിവസം നമ്മൾ മാർക്കറ്റിലാണ്. ഓരോ ദിവസവും ഓരോ കമ്പനിക്ക് നമ്മൾ സ്പെൻഡ് ചെയ്യും. അവരിങ്ങോട്ട് ചോദിച്ച് വരുന്നതാണ്. നമ്മളിതൊരു പെയ്ഡ് ക്യാമ്പയിനോ അങ്ങനത്തെ ഒരു സെഷൻ പോലെയൊന്നുമല്ല. നമ്മൾ അവിടെ ചെല്ലുന്നു, ഒരു ദിവസം നമുക്ക് അവർക്ക് സ്പെൻഡ് ചെയ്യാൻ നമ്മളൊരു ടൈം അലോട്ട് ചെയ്യുന്നു. വാട്ട് വി യൂഷ്വലി ഡു ഇസ് ബ്രെയിൻ സ്റ്റോം. അവരുടെ പ്രശ്നങ്ങൾ കേൾക്കുന്നു, അതിൽ നമുക്ക് ഹോട്ട് ആൻഡ് ഫയർ ക്വസ്റ്റ്യൻസിന് ഉത്തരം കൊടുക്കാൻ പറ്റുമെങ്കിൽ കൊടുക്കുന്നു. അവരുടെ ഐഡിയ കിട്ടുന്നു, എന്ത് ചെയ്യുന്നു, എവിടെ പ്രശ്നങ്ങൾ. ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു തേർഡ് പേഴ്സൺ പെർസ്പെക്റ്റീവിന് വേണ്ടിയുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. ആക്ച്വലി നമ്മളിത് ഈ ബിസിനസ് എടുത്ത് പോയി സംസാരിക്കുമ്പോൾ നമ്മളെ കൂടെ ഇരിക്കുന്നത് ഈ ഡയറക്ടേഴ്സ് മാത്രമല്ല, അവരുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ്സും ഡിപ്പാർട്ട്മെൻറ്റ് ടീമിലുള്ളവരും എല്ലാവരും കൂടി ആയിട്ട് ഇരിക്കുന്ന കുറേ ഇതുണ്ടായിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ഡയറക്ടേഴ്സിനെക്കാട്ടിയും കൂടുതൽ പ്രോബ്ലംസ് നമ്മുടെ അടുത്ത് പറയുന്നത് കൂടുതലും അവിടുത്തെ എംപ്ലോയീസ് ആണ്. കാരണം വെച്ചാൽ അവിടുത്തെ റൂട്ട് കോസിൽ എവിടെയൊക്കെയാണ് പ്രോബ്ലംസ് ഉള്ളതെന്ന് കൂടുതലായിട്ട് അറിയുന്നത് ഇവരുടെ കമ്മ്യൂണിക്കേഷൻസ് പ്രോബ്ലം ആ കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് യൂഷ്വലി മാനേജ്മെൻറ്റ് കാണാത്തൊരു കാര്യം അതാണ്. ഗ്രാസ് റൂട്ട് ലെവലിലാണ് പ്രശ്നങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്കൊരു ഏറ്റവും മേളെന്ന് നമുക്ക് പറയാൻ എളുപ്പമാണ്, നമുക്ക് നാളെ മുതൽ കാര്യങ്ങൾ ഇങ്ങനെ വേണം. അപ്പോൾ അത് അടുത്ത സ്റ്റെപ്പ് ലെവൽ പോകുമ്പോഴത്തേക്കും ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ്സ് അത് ചെയ്യാനുള്ള കാര്യങ്ങൾ നോക്കും. എന്നാലും ഇതിൽ കാര്യങ്ങൾ ചെയ്യുന്നത് അവരുടെ ഏറ്റവും ചെറിയ ആൾക്കാരായിരിക്കും. അപ്പോൾ അവിടെ നിന്നുള്ള ഒരു കമ്പനിയുടെ പേഴ്സ്പെക്റ്റീവ് ചേഞ്ച് നടക്കണം. ഈ കാര്യങ്ങൾ അതെങ്ങനെ നടത്തും എന്നുള്ളൊരു ചോദ്യത്തിലാണ് എല്ലാവരും നിൽക്കുന്നത്. അവർക്കറിയാം ഇങ്ങനെ മാറിയാലേ നന്നാവുള്ളൂ എന്ന് അവർക്കറിയാം. അവിടെ ഒരു ആംഗിളിൽ പോകുന്നു. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു മാർക്കറ്റ് അനാലിസിസും കാര്യങ്ങൾ സ്റ്റഡി നടത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ക്യാമ്പയിൻ നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അങ്ങനെ ഒരു പ്ലാനിലാണ് നമ്മൾ ഈ ഒരു സൊല്യൂഷൻ ഡ്രൈവ് സ്റ്റാർട്ട് ചെയ്തത്. 21 days 21 സൊല്യൂഷൻസ് എന്നും പറഞ്ഞു. അപ്പം നമ്മൾ നാളെ മുതൽ അവിടെ ഓരോ പരിപാടിക്ക് പോകുന്നു, നമ്മൾ ഓരോ ആൾക്കാരെ കാണുന്നു, അതിൻ്റെ അപ്ഡേറ്റ്സ്. ആക്ച്വലി നമ്മളുടെ കലണ്ടറൊക്കെ പ്ലാൻഡ് ആണ്. നമ്മുടെ ബോക്കോ ടീം, നമ്മുടെ ഇന്റേണൽ ബോക്കോ ടീം എല്ലാം പ്ലാൻഡ് ആണ്. അതായത് ഈ 21 ക്ലയൻസ് എന്ന് പറയുന്നത് നമ്മളെ ഇപ്പോൾ ഏതൊക്കെ ക്ലയൻസിനെ വിസിറ്റ് ചെയ്യണം, ഏതൊക്കെ ടൈമിൽ വിസിറ്റ് ചെയ്യണം. നമുക്ക് ആക്ച്വലി ഈ 21 ക്ലയൻസ് എന്ന് പറയുന്നത് ഒരു ഡിസ്ട്രിക്റ്റിൽ മാത്രമല്ല, കേരളത്തിലെ കോട്ടയം, കൊല്ലം, എറണാകുളം, ട്രിവാൻഡ്രം, അതേപോലെ പാലക്കാട് എല്ലാവിടെയും ഉണ്ട്. നമുക്ക് കന്യാകുമാരി വരെ ഏകദേശം നമ്മൾ കവർ ചെയ്യുന്നുണ്ട് ഈ ഒരു ഡ്രൈവിൽ. അപ്പോൾ നമ്മൾ ഓൺ ദ വേ ലെറ്റ്സ് ഒരു ക്ലയൻറ്റിനെ കണ്ടു കഴിയുമ്പോഴത്തേക്കും ചിലപ്പോൾ വണ്ടിയിൽ നിന്നായിരിക്കും നമ്മൾ എന്താ പറയുന്നത് അതിൻ്റെ ഒരു ഫീഡ്ബാക്ക് ഇടുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു അടുത്ത വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അടുത്ത് നമ്മൾ സ്ഥലത്ത് എത്തിയിട്ടായിരിക്കും. വാട്ട് എവർ ഇറ്റ് മേ ബി. ചിലപ്പോൾ ക്ലയൻസിൻ്റെ പേര് പറയാൻ പറ്റും, ചിലത് പറയാൻ പറ്റില്ല.
ഒരു രീതിയിൽ നമ്മൾ എന്താണോ നമ്മളുടെ ഫൈൻഡിങ്സ് നമ്മൾ മാർക്കറ്റിലിടാൻ എന്നുള്ള രീതിയിലാണ്. അതായത് ഈ 21 ക്ലയൻസും ഈ ഇൻഡിവിജ്വൽ ആയിട്ട് ഇവർ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ്, അവർ ഏത് സിറ്റുവേഷനിലാണ് ഉള്ളത്, അവർ എവിടെയാണ് അവർ സഫർ ചെയ്യുന്നത്, അതിൽ നമ്മൾ എങ്ങനെയൊക്കെ അവർക്ക് സൊല്യൂഷൻ കൊടുക്കാൻ പറ്റുന്നത്, അവരെങ്ങനെയൊക്കെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ള ഒരു ഡീറ്റെയിൽഡ് ഒരു ബ്രീഫ് ആയിരിക്കും നമ്മൾ പറയും. വീഡിയോസ് നാളെ മുതൽ നമ്മൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലൊക്കെ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺഡ്.